എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കസ്റ്റമേഴ്സ് മണി മേക്കിംഗ് മോഡലിനെ പറ്റിയാണ്. അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ മൂല്യം എങ്ങനെ, അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം, അവരുടെ വെൽത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം, ഇതിനെ പറ്റിയാണ്. കാരണം പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം, ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവരുടെ പ്രൊഡക്റ്റ് എങ്ങനെയൊക്കെ വിൽക്കാം, അല്ലെങ്കിൽ എങ്ങനെ കൂടുതൽ ഡിസ്പ്ലേ ചെയ്തും ഷോക്കേസ് ചെയ്തും കസ്റ്റമറുടെ മുമ്പിലേക്ക് അതിൻ്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റും ഒക്കെ പറഞ്ഞ് വിൽക്കാം എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. എന്നാൽ ഇത് വാങ്ങുന്ന കസ്റ്റമർ, അല്ലെങ്കിൽ എൻ്റെ ഉൽപ്പന്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള കസ്റ്റമർക്ക് എങ്ങനെയാണ് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ, അവരുടെ വെൽത്ത് വർദ്ധിപ്പിക്കാൻ എൻ്റെ പ്രൊഡക്റ്റ് സഹായിക്കുന്നത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദീർഘകാലത്തെ ബന്ധം ആ കസ്റ്റമറുമായിട്ട് ഉണ്ടാക്കാനും ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാക്കാനും സാധിക്കും. ഇന്ന് വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ള വേൾഡാണ്. എല്ലാ ആളുകളും ഈ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് അതൊക്കെ ഒരു ബേസിക് കാര്യമായിട്ട് മാറി. അതിന് പകരം നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്തിലൊക്കെയാണ്? കസ്റ്റമറുടെ വെൽത്ത് മാക്സിമൈസേഷൻ മോഡൽ, അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ മോഡൽ, മണി മേക്കിംഗ് മോഡൽ, ഗ്രോത്ത് മാക്സിമൈസേഷൻ മോഡൽ. അങ്ങനെയൊക്കെ ചെയ്താലേ നമ്മൾ ഇന്ന് സക്സസ്ഫുൾ ആവുള്ളൂ. കാരണം ഈ ഡിസ്കൗണ്ട് കൊടുക്കുക കസ്റ്റമർക്ക്, അല്ലെങ്കിൽ കടം കൊടുക്കുക, ഇതൊന്നും ബിസിനസ്സിൽ നിലനിൽക്കാൻ സാധിക്കില്ല. പകരം കസ്റ്റമറുടെ റവന്യൂ എങ്ങനെ കൂട്ടാം, കസ്റ്റമർക്ക് ബിസിനസ്സിൽ പ്രോഫിറ്റ് എങ്ങനെ കൂട്ടാം, അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു സക്സസ് ഫീ നമ്മളിലേക്ക് വരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഒന്ന് മനസ്സിൽ കാണുക. ലെറ്റ്സ് നോട്ട് ഫോക്കസ് ഓൺ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് ദി പ്രോഡക്റ്റ്, ലെറ്റ്സ് ഫോക്കസ് ഓൺ കസ്റ്റമേഴ്സ് മണി മേക്കിംഗ് മോഡൽ, റവന്യൂ മാക്സിമൈസേഷൻ മോഡൽ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ മോഡൽ. If you make a customer successful with this revenue maximization, your success fee will automatically increase. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. കസ്റ്റമറുടെ റവന്യൂ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള സക്സസ് ഫീ നമ്മളിലേക്ക് വരും. അത് കൂടി വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് B2B ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. B2Cയിലും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാലും നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ എടുത്ത് മറ്റൊരു കമ്പനി ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു കമ്പനിക്ക് ഒരു റോ മെറ്റീരിയലോ അവരുടെ ഒരു പാക്കിംഗ് മെറ്റീരിയലൊക്കെയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ റവന്യൂ കൂട്ടാൻ നമുക്ക് സാധിച്ചാൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിലേക്ക് ബിസിനസ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്. TYCO എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മുടെ ടയോട്ട കമ്പനിക്ക് വേണ്ടിയിട്ട് ഹെഡ്ലൈറ്റുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ TYCOനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മെറ്റീരിയൽ വേണമെങ്കിൽ സപ്ലൈ ചെയ്താൽ മാത്രം മതി. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ വളരെ സ്മാർട്ടായിട്ടുള്ള 2 എഞ്ചിനീയേഴ്സിന് ടയോട്ടയുടെ അസംബ്ലി ലൈനിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ, എന്തെങ്കിലും എററുകളൊക്കെ ഉണ്ടായാൽ അത് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി അവിടെ നിയോഗിച്ചു. ഒരു 30 മാസം സമയത്തിനിടയിൽ ഇവരവിടെ നല്ലൊരു സ്വാധീനവും ബന്ധവും ഉണ്ടാക്കുകയും ആ സ്ഥാപനത്തിൻ്റെ പ്രോസസ്സുകളെ പറ്റി കൂടുതൽ പഠിക്കുകയും ചെയ്തിട്ട് സെയിൽസും ബ്രാൻഡ് ഇക്വിറ്റി മാർക്കറ്റ് ഷെയറൊക്കെ ടയോട്ടയുടെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ചില സപ്പോർട്ടുകൾ നൽകി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇന്ന് TYCO എന്ന് പറയുന്ന ടയോട്ടയുടെ ഒരു ഇൻ്റഗ്രൽ പാർട്ട്, അല്ലെങ്കിൽ ഒരു വലിയ റോള് വഹിക്കുന്ന ഒരു കമ്പനിയായിട്ട് മാറി. ഇന്നൊരു ലോങ് ടൈം വെൻഡർ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ റിലേഷൻഷിപ്പ് രണ്ടുപേരും തമ്മിലുണ്ട്. അതുകൊണ്ട് സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയും, ടയോട്ടോയ്ക്ക് വേണ്ടി ഒരിക്കലും TYCO എന്ന് പറയുന്ന കമ്പനി വലിയ ഡിസ്കൗണ്ടുകളൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പകരം അവരുടെ മാർക്കറ്റ് ഷെയർ എങ്ങനെ വർദ്ധിപ്പിക്കാം, അവരുടെ വെൽത്ത് എങ്ങനെ മാക്സിമൈസ് ചെയ്യാം, അവരുടെ സക്സസ് എങ്ങനെ മാക്സിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ മണി മേക്കിംഗ് മോഡൽ, അവരുടെ ഗ്രോത്ത് മാക്സിമൈസേഷൻ, ഇതിലൊക്കെയാണ് ഫോക്കസ് ചെയ്തത്. അല്ലാതെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചറും ബെനിഫിറ്റും പറയുന്നതിലല്ല. അതുകൊണ്ട് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ കടം കൊടുക്കുക എന്നുള്ളതല്ല, കസ്റ്റമറെ കൂടുതൽ സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കുറച്ച് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഓരോ കസ്റ്റമർക്കും ഡിഫറൻ്റ് ആയിരിക്കും. എന്നിരുന്നാലും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം, നിങ്ങൾക്ക് ആ ഒരു ലൈനിൽ തോട്ട് പ്രോസസ്സ് ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ ഓഫ് കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഒന്ന് ഗ്രോസ് മാർജിനെ പറ്റി തിങ്ക് ചെയ്യുക. എൻ്റെ കസ്റ്റമറുടെ മാർജിൻ വർദ്ധിപ്പിക്കാൻ, കൂടുതൽ കിട്ടാൻ എന്തെങ്കിലും മാർഗ്ഗം എനിക്ക് ചെയ്യാൻ പറ്റുമോ? കസ്റ്റമർ റിട്ടൻഷനെ സഹായിക്കാൻ പറ്റുമോ? നിലവിലുള്ള കസ്റ്റമർ വിട്ടുപോകാതിരിക്കാൻ എൻ്റെ പ്രൊഡക്റ്റോ സർവീസോ എനിക്കെന്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? കസ്റ്റമർ അക്വസിഷന് വേണ്ടി കൂടുതൽ കസ്റ്റമറെ കിട്ടാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് ഫ്ലോ കൂടുതൽ മികച്ചതാക്കാൻ എനിക്കെന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? കൂടുതൽ റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ എനിക്കെന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? കൂടുതൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ, ബ്രാൻഡ് ഇക്വിറ്റി അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ വർദ്ധിപ്പിക്കാൻ, കൂടുതൽ ലിക്വിഡിറ്റി, കടം കൊടുക്കുന്നത് മാറി ക്യാഷ് ഫ്ലോ കൂടുതൽ വരാൻ, ഇൻവെൻട്രി ടേൺ ഓവർ, കൂടുതൽ സ്റ്റോക്ക് റൊട്ടേറ്റ് ചെയ്യാൻ, പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ, ഗ്രോത്ത് ഉണ്ടാക്കാൻ, ഇങ്ങനെയുള്ള സക്സസ് ഫാക്ടേഴ്സിലായിരിക്കണം നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് പ്രൊഡക്റ്റോ സർവീസോ ചെയ്യുമ്പോഴും നമ്മുടെ കസ്റ്റമറുടെ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സിനെ പറ്റി ചിന്തിക്കുക. ഇത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ കസ്റ്റമറുടെയും പ്രൊഫൈൽ എടുത്തിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡാറ്റ എടുത്തിട്ട് അതിൽ ഏത് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെ
എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഈ വാല്യൂ എങ്ങനെ കൊടുക്കാൻ പറ്റും, ഇതിനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. ഓരോ കസ്റ്റമർക്കും വേണ്ടി അതുപോലുള്ളൊരു അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിന് വേണ്ടി അത്തരത്തിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, നമ്മുടെ ടീമിലുള്ളവരെ ബോധ്യപ്പെടുത്തുക, അതിനൊരു ആക്ഷൻ പ്ലാൻ സെറ്റ് ചെയ്യുക. കാരണം കസ്റ്റമറുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ മണി മേക്കിംഗ് മോഡലാണ് നമ്മുടെ പ്ലാൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളൊരു ഭക്ഷ്യോൽപ്പന്നം, ഒരു ഫുഡ് പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരാളാണ്, ഹോൾസെയിലാണ് നിങ്ങളുടെ പ്രധാന മാർക്കറ്റെങ്കിൽ ഇനി ചിന്തിക്കേണ്ട കാര്യം, ഹോൾസെയിലിൽ ഈ പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞാൽ അത് റീറ്റെയിലിലേക്ക് പോകാൻ അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇതൊരു ഹോട്ടലോ റെസ്റ്റോറൻറ്റോ കാറ്ററിംഗ് യൂണിറ്റാണ് ഇത് ഉപയോഗിക്കണമെങ്കിൽ അവർക്ക് കൂടുതൽ ഓർഡർ എടുത്ത് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ അവർക്ക് മണി മേക്കിംഗ് മോഡൽ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും, അവർ കൂടുതൽ പ്രൊഡക്റ്റ് നമ്മളിൽ നിന്ന് വാങ്ങും, നമ്മളുമായിട്ടുള്ള ബന്ധം ശക്തമായിരിക്കും, കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും വേറിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ള സെയിൽസ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. എന്നിട്ട് എന്ത് മാറ്റം കൊണ്ടുവരുന്നതിനേക്കാൾ മുമ്പും കസ്റ്റമറുമായിട്ട് ഇത് കൂടുതൽ ഡിസ്കസ് ചെയ്യുക. അവർക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്, ഇത്തരത്തിലൊരു കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് ഓഫ് അവർ കസ്റ്റമർ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും, അല്ലെങ്കിൽ എന്ത് ബിസിനസ് ചെയ്യുന്നവരും അറിഞ്ഞിരിക്കുക. അതിൽ കസ്റ്റമേഴ്സിന് ഓവറോൾ വാല്യൂ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, ഒരു കസ്റ്റമർ സെൻട്രിക് അപ്രോച്ച് നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവരിക, മണി മേക്കിംഗ് മോഡലിനെ പറ്റി ചിന്തിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.